ഈ അഖിലേ സ്റ്റാർ മാജിക്കിൽ ഇപ്പം ലാലിന്റെ റോഡുകൾ പലതും അല്ലേ ഒരു കളിയോടെ കളിക്കാൻ വന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ആദ്യം വന്നിറങ്ങിയപ്പോഴേ ഒരു HDD ശബ്ദമായിട്ടാണോ വന്നത്? അതെ, ആദ്യം ഞാൻ അതിന്റെ കണ്ടന്റ് എഴുത്ത് പരിപാടിയായിരുന്നു. നമ്മളെ ഈ എഴുത്തിലൂടെ കയറാന്നുള്ളതാണ്. ശ്രീനിവാസനൊക്കെ അങ്ങനെയാണല്ലോ അറിയാമോ? ഈ കോമഡി സ്റ്റാർ അല്ലെ കോമഡി എക്സ്പ്രസ് തൊട്ടേ ആർട്ടിസ്റ്റിൽ ഒരുപാട് പേരുണ്ട്. അന്ന് നമ്മളും ഒരു സാധാ ആർട്ടിസ്റ്റാണ്. അപ്പൊ നമ്മളാരും പെർഫോം ചെയ്യാനല്ല വിളിക്കുന്നത്. നമുക്ക് ഈ ചെറിയ കണ്ടന്റ് ക്രിയേഷനും പരിപാടി ഉള്ളതുകൊണ്ട് അതിന് വിളിക്കും. അപ്പൊ നമുക്ക് ആഗ്രഹം അപ്പോഴും പെർഫോം ചെയ്യാനും ഇതിനൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ഈ ബാക്കിലായി പോകും, ക്യാമറയ്ക്ക് ബാക്കിലായി പോകും. അങ്ങനെ സ്റ്റാർ മാജിക്കിൽ വരുമ്പോഴും നമ്മൾ ക്യാമറയ്ക്ക് ബാക്കിലായിരുന്നു. അവിടെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. അല്ലെ, ഇഷ്ടപ്പെട്ട സ്ഥലം ഫ്രണ്ട് തന്നെ. പക്ഷെ ഫ്രണ്ടിൽ എല്ലാരും പുലികളാകുമ്പോ നമുക്ക് അവിടെ കയറാൻ ഒരു സ്പേസ് ഇല്ലാതെ വന്നു. അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയപ്പോ പിന്നെ ഞാൻ വോയിസ് ഓവർ ആയിരുന്നു. ഈ ബാക്കിൽ നിന്ന് അനൗൺസ്മെന്റ്, ഫോൺ വിളി പരിപാടികളൊക്കെ അത് ഒരുപാട് കയറി വൈറലായി. ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി യൂട്യൂബിലൊക്കെ. അതെ അതെ, അങ്ങനെ തിരക്കി 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 അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം ചാടി വെളിയിറങ്ങി വച്ചങ്ങ് കീച്ചി. ഭാഗ്യത്തിന് അത് കയറി കൊണ്ട് പിന്നെ കൊണ്ടത് ഞാൻ പറഞ്ഞ നമ്മുടെ സ്കിറ്റുകൾ തന്നെയായിരുന്നു. ലാലേട്ടൻ ഞാനും തങ്കച്ചനോട്ടുള്ള കോംബോ ആയിരുന്നു. അതാണ് സ്റ്റാർ മാജിക്കിൽ ഒരുപാട് കയറി ഹിറ്റായത്. അതും എല്ലാം ഒരുപാട് മില്യൺ ആൾക്കാർ കണ്ട്. ഇപ്പം നമ്മൾ വെളിയിറങ്ങുമ്പോഴും ആൾക്കാർ സ്കിറ്റിന്റെ കൗണ്ടറുകൾ, നരൻ, ഒരുപാട് സ്കിറ്റുകൾ. നോബി അഖിലും കൂടെ ചെയ്തിട്ടുള്ള വെബ് സീരീസ് ആണ് പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു വെബ് സീരീസ് ഉണ്ട്. പ്രീമിയർ പത്മിനി കൊറോണ സമയത്ത് ഞങ്ങൾ അത് നന്നായിട്ട് പോയിരുന്നു അല്ലേ? പിന്നെ അത് ഭയങ്കരമായിട്ട് കൊറോണ സമയത്ത് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് അതിനകത്ത് കുറെ സാധനങ്ങൾ വേറെ. ഞാൻ ബിഗ് ബോസ് സമയത്ത് ഇപ്പൊ ബിഗ് ബോസ് സമയത്ത് നമുക്ക് മെഡിക്കൽ ചെക്കപ്പിനൊക്കെ ആൾക്കാർ വരുമല്ലോ. അപ്പൊ നമുക്ക് ബിഗ് ബോസ് സമയത്ത് മെഡിക്കൽ എപ്പോഴും ഫുള്ള്. പ്രേക്ഷകർ അറിയണം, ബിഗ് ബോസിലെ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിരുന്നു. അവിടെ കൂടെ നശിപ്പിക്കാൻ പോയി അല്ലേ? ഈ ഫ്ലവേഴ്സ് മാത്രമല്ല ഈ കളി. അപ്പൊ ഇത് ഈ സാധനം വൈറലായി, ഈ ഒരു സാധനം. അപ്പൊ അവിടെ ഈ മെഡിക്കൽ എല്ലാം തമിഴാണ്. അപ്പം ഇവര് മെഡിക്കൽ ടീം വന്നിട്ട് ഫുൾ PP കിറ്റിലായിരിക്കും വരുന്നത്. കോവിഡ് സമയമുണ്ട്. നമ്മളെ പരിശോധിക്കുമ്പോ ഇവര് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാൻ പറ്റില്ലല്ലോ ഇത് ആരൊക്കെയാണെന്ന്. അത് തമിഴ്നാടാണ്, വേറെ ആൾക്കാർ. എപ്പോഴും മെഡിക്കൽ ടീം കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ചിരിക്കും. സംഭവം ഈ സാധനം തമിഴിൽ ഡബ് ചെയ്ത് അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. തമിഴ്, തെലുങ്ക് എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് അവരിറക്കി. ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, മറ്റേ പോലീസ് പിടിക്കുമ്പം ഡോക്ടറെ വിളിച്ചിട്ട് 5 ഗുളികയുടെ പേര് പറയാൻ പറഞ്ഞു. തെലുങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായ സാധനം. മറ്റേ ലോക്ക്ഡൌൺ സമയത്ത് 5 ഗുളിക ഇവനാണ് പറയണത്. എന്നെയാണ് പോലീസ് പിടിച്ചേക്കണം. പോലീസ് പിടിക്കും. അപ്പൊ ഞാൻ പറയും, സാറേ എന്നെ സലീം ഡോക്ടറെ കാണാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് സത്യവാങ്മൂലം വേണ്ട പോവാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറിന്റെ നമ്പർ തരാൻ പറയും. അങ്ങനെ പോലീസ് വിളിക്കും. ഹലോ, സലീം ഡോക്ടറാണോ? അതെ, ഡോക്ടർ സലീമാണ്. ഏത് ഹോസ്പിറ്റലാണ്? ഞാൻ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ. ഒരു കാര്യം ചെയ്താറേ, ഒരു 5 മെഡിസിന്റെ പേരെന്ന് പറയൂ. ഒരു 5 മെഡിസിന്റെ പേരെന്ന് പറയൂ. ഡോക്ടറല്ലേ? 5 മെഡിസിന്റെ പേര് പറ. 1 പാരസെറ്റമോൾ. അടുത്തത് 2 ജെറുസലേം. ജെറുസലേമാ? മറ്റേ റോസ് കളറില ജലൂസലേം. അത് പിന്നെ വിക്സ് മിഠായി. വിക്സ് മിഠായി. 4 പിന്നെ ആവി പിടിക്കുന്ന പച്ച ഗുളിക. ആവി പിടിക്കുന്ന പച്ച ഗുളിക. പിന്നെ അടുത്ത് അത് 2 എണ്ണം ഉണ്ട്. അപ്പൊ 5 എണ്ണം. അങ്ങനെ പറഞ്ഞ ഒരു സാധനം വരുന്നു. അപ്പൊ ആ ഭയങ്കരമായിട്ട് വൈറലായി. പോലീസ് എന്നെ നോക്കാൻ നേരത്ത് നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കും. കാരണം ഇനി കയ്യാവും വെച്ച് കൊണ്ടുപോയാൽ മതി. കാരണം ഡോക്ടറെ വരുന്നതായിരുന്നല്ല, അതായിരുന്നു ആ ഒരു സീക്വൻസ്. അത് ക്ലിക്ക് ചെയ്തു അല്ലേ? ഭയങ്കരമായിട്ട് ക്ലിക്ക് ആയി. ഈ നോബി ഇപ്പം സിനിമയിൽ പോയി, ലൊക്കേഷനിലൊക്കെ നല്ല ഒരുപാട് കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ. അവിടെ ആയിരിക്കുമല്ലോ കുറച്ചുകൂടെ കോമഡികളൊക്കെ നടക്കാൻ സാധ്യതയുള്ളു അല്ലേ? ഒരുപാട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്ന സംഭവം, ഇവനെ എന്നെ കൂടെ ഒരു വേഷം ചെയ്യാൻ വിളിച്ചത്. ഈ അഖിലിന്റെ വേഷം കെട്ട് പുതു എങ്ങനെയാ? പൊതുവെ കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പൊ എന്നെ അവനോട് വിളിച്ച ഹാപ്പിയായി. ഇവൻ മാനേജരും ഞാൻ അവിടുത്തെ സ്റ്റാഫുമായിട്ടായിരുന്നു. ഈ സ്റ്റാഫ് എന്ന് എന്തായിരിക്കും ആ സ്വഭാവം? എന്തായിട്ടും അതായത് മാനേജർ പിന്നെ പുള്ളി സഹായിക്കുന്നതാണ്. മാനേജറാണ് മെയിൻ പരിപാടി. മെയിൻ ഓഫീസർ കോമഡി അല്ലേ? ഫയൽ എടുത്തു കൊടുക്കുക, ചായ എടുത്തു കൊടുക്കുക, അങ്ങനെ എന്നോട് എന്താണ് പറയണ. അതാണ് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പം കോട്ടാണ് സാർ വേഷം. മാനേജർ കോട്ടാണ്. മറ്റേ സാധാ ഏത് ഡ്രസ്സായാലും മതിയല്ലോ. ഈ കോട്ട് എനിക്ക് സൈസ് ആവില്ല, എനിക്ക് എന്റെ കയ്യിൽ കേറുന്നില്ല. അങ്ങനെ അവര് പറഞ്ഞ നമുക്കൊന്നും മാറ്റി പിടിച്ചാല് വേറെ കോട്ടില്ലല്ലോ സാർ. അങ്ങനെ ഇവനെ മാനേജറാക്കി ആ കോട്ട്. പിന്നെ അസിസ്റ്റന്റായി. പിന്നെ ഇവന് ചായ കൊണ്ട് പുറകണം. പടത്തിന്റെ ക്വാളിറ്റി ഒന്ന് ആലോചിക്കണം. പിന്നെ ഈ പരിപാടി വേറെ കോമഡി എടുത്താറ്. ഞാൻ ട്രൂപ്പിൽ കളിക്കുന്ന സമയത്ത് ഇതേപോലെ ഈ പുറത്തൊക്കെ പരിപാടി വരുമല്ലോ. നമ്മളെ ചെന്നൈ,
ബോംബെ നിന്നൊക്കെ. അപ്പൊ അവിടെ നിന്ന് ഇതിനൊക്കെ ഒരു മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാമിൽ വിളിക്കുകയാണ്. ഹലോ, അപ്പൊ അങ്ങനെ പ്രോഗ്രാം ബുക്ക് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ 5 മിമിക്രിക്കാർ, ഡാൻസുകാർ, പാട്ടുകാർ ഇത്രയും പേരുണ്ട്. അപ്പൊ അവർ സ്പോൺസർ ഓക്കെ അവിടെ നിന്ന് പറഞ്ഞ് ഗ്രീൻ റൂം വേണം, കാരണം ഗേൾസും ബോയ്സും ഉള്ളതാണ്. പിന്നെ എന്താ നമ്മൾ വർഷങ്ങളായിട്ട് പരിപാടി എടുത്തു, മേക്കപ്പ് റൂം ഗ്രീൻ റൂം ഒക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ നമ്മൾ വെച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വിളിക്കണം. നിങ്ങൾക്ക് സ്റ്റേജ് റൂം ഇതാണ്, ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് സാർ, ഗ്രീൻ റൂമിൽ ഫാൻ AC എല്ലാം വേണം. എന്താ നിങ്ങൾ പറയുന്നത്? ഗ്രീൻ റൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, ഗ്രീൻ റൂം എല്ലാം സെറ്റാണ്, നമ്മൾ ആവശ്യമുള്ള പരിപാടി എടുത്തിട്ടുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടിയുടെ തലേദിവസം പുള്ളി വിളിക്കുകയാണ് ഈ സ്പോൺസർ. ഹലോ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പറ്റി? ഈ ഗ്രീൻ റൂം നീലയായ കുഴപ്പമുണ്ടാകും. പുള്ളിയെ ഹാള് ബുക്ക് ചെയ്ത് പോയപ്പോ അതിന്റെ ബാക്കിന്റെ പെയിന്റ്